ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ഏരീസിന് വേണ്ടിയിട്ട് മന്ത്ലി ഡിസംബർ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാ മെസ്സേജസ് ചിലപ്പോൾ എല്ലാവർക്കും അത് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ വേണം, നിങ്ങളുടെ റീഡിങ്, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിൽ ഇൻഫർമേഷൻ വേണം വെച്ചാൽ ഒരു പേഴ്സണൽ റീഡിങ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ് ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ ബേസിസിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പറും ആവാം. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ചാനലിന് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിലും വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് കുറേ ഇമ്പോർട്ടൻ്റ് ആണ്. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ചെയ്യേണ്ട വെച്ചാൽ ഒരു ഇമോജി വിട്ടാൽ മതി. അങ്ങനെയും എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് ഡിസംബർ മാസത്തിൻ്റെ എന്താണ് മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടെന്ന് ഈ റീഡിങ്ങിൽ നമ്മൾക്ക് കാണാം. അപ്പോൾ ഏരീസ്, നിങ്ങളുടെ എന്താണ് ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. ഡിസംബർ മാസത്തിൻ്റെ ഓവറോൾ എനർജി ഏരീസിന് വേണ്ടിയിട്ട് എന്താണ്? ഡിസംബർ മാസത്തിൻ്റെ ഓവറോൾ എനർജി ഏരീസ്ക്ക് വേണ്ടിയിട്ടാണ് ക്വീൻ ഓഫ് സോർഡ്സ്. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ എന്താണ് ഏരീസ്? പാസ്റ്റ് എനർജിയിൽ ഏരീസിന് വേണ്ടിയിട്ട് എംപറർ ആണ്. അത് ഏരീസിന് തന്നെ എനർജിയാണ് എംപറർ. കറണ്ട് ഡിസംബർ എനർജി എന്താണ്? കറണ്ട് ഡിസംബർ എനർജിയാണ് ഏസ് ഓഫ് സോർഡ്സ്. ഫ്യൂച്ചർ എനർജി എന്താണ്? ഫ്യൂച്ചർ എനർജി ആണ് കിങ് ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ടെൻ ഓഫ് സോർഡ്സ് ആണ് ചാലഞ്ച്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് ആണ് സിക്സ് ഓഫ് കപ്സ്. നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ എന്താണ്? ഹിഡൻ ഫാക്ടർ ആണ് നിങ്ങൾക്ക് മജിഷ്യൻ. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം, ഡിസംബർ മാസത്തിൻ്റെ ഔട്ട്കം ആണ് ഈ കാർഡ്. ഇത് നമ്മൾ എൻഡിൽ റിവീൽ ചെയ്യും എന്താണെന്ന്. അപ്പോൾ ഏരീസ്, ഞാൻ കാണുന്നത് ഇവിടെ ക്വീൻ ഓഫ് സോർഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. അപ്പോൾ ക്വീൻ ഓഫ് സോർഡ്സ് ഒരു ക്ലാരിറ്റിയുടെ എനർജിയാണ്. ഒരു ക്ലിയർ ആയി മനസ്സുള്ള പേഴ്സൺ, മനസ്സ് ക്ലിയർ ആവുമ്പോൾ ക്വീൻ സോർഡ്സ് ആണ് വരാറ്. ഇതൊരു പേഴ്സന്റെ ബൗണ്ടറീസിനെ കുറിച്ചുമാണ്. നിങ്ങളുടെ ബൗണ്ടറീസ് കുറെ സ്ട്രോങ് ആണ്. നിങ്ങൾ ആരും നിങ്ങളെ ഇങ്ങനെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എടുക്കാൻ പറ്റില്ല ഈ മാസം. എസ്പെഷ്യലി നിങ്ങൾ കുറെ ഫേം ആണ്. നിങ്ങളുടെ ഐഡിയാസും നിങ്ങളുടെ ബൗണ്ടറീസും നിങ്ങളുടെ വാല്യൂസും എല്ലാം നിങ്ങൾ അതിനെക്കുറിച്ച് അതിലൊരു കൺഫ്യൂഷനും ഇല്ല. അപ്പം നിങ്ങൾക്ക് എന്താ വേണ്ട ലൈഫിൽ അതിലും ഒരു കൺഫ്യൂഷനൊന്നുമില്ല. അപ്പോൾ കുറെ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് എനർജിയിലാണ് നിങ്ങൾ ഈ മാസം. അതല്ലാണ്ട് ഇത് ചിലപ്പോൾ നിങ്ങളും ആരുടെയോ ഇടയ്ക്ക് ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇല്ല വെച്ചാൽ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റഡ് ആണ് വെച്ചാൽ അപ്പോഴും ക്വീൻ ഓഫ് സോർഡ്സിൻ്റെ എനർജി കാണും. ക്വീൻ ഓഫ് സോർഡ്സ് ചിലപ്പോൾ ഒരു ഡിവോഴ്സ്ഡ് പേഴ്സൻ്റെ എനർജിയും ആവാം. അപ്പോൾ ഇത് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്താണ് ഈ ക്വീൻ ഓഫ് സോർഡ്സ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ പേജ് ഓഫ് സോർഡ്സ് ഉണ്ട് ആൻഡ് നൈറ്റ് ഓഫ് വാൻഡ്സ് ഉണ്ട്. അപ്പോൾ നൈറ്റ് ഓഫ് വാൻഡ്സ് നമ്മൾക്ക് പറയാം നിങ്ങളുടെ എനർജി ആണെന്ന്. എന്ന് വെച്ചാൽ നൈറ്റ് ഓഫ് വാൻഡ്സ് ഒരു ഫയർ സൈൻ ആണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ ഞാനിവിടെ കാണുന്നത് നിങ്ങളും ഏതോ ഒരു വേറെ പേഴ്സന്റെ ഇടയ്ക്ക് എന്തോ ഒരു കാര്യത്തിൽ ഒരു ഡിസഗ്രീമെന്റ് ഇല്ലാച്ച ഒരു വഴക്ക് ഇല്ലാച്ച ഒരു സെപ്പറേഷൻ ഉണ്ട്. ഓക്കെ, ഇതിന്റെ കാരണം നിങ്ങളുടെ കമ്പാറ്റബിലിറ്റി ആയിരിക്കാം, ഓറൽസ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു ഡിഫറൻസ് അതുകൊണ്ടുമായിരിക്കാം. എന്നുവെച്ചാൽ നിങ്ങളുടെ എനർജി കാണുമ്പോൾ കുറെ ഒരു കാഷ്വൽ എനർജിയിലാണ് നിങ്ങൾ. പക്ഷെ ഈ ക്വീൻ ഓഫ് സോർഡ്സ് ഞാൻ പറഞ്ഞ മാതിരി കുറെ ഒരു സ്റ്റേൺ, പറഞ്ഞ ഒരു പ്രിൻസിപ്പിളുടെ എനർജിയാണ് ഒരു ക്വീൻ ഓഫ് സോർഡ്സിന്റെ എനർജി. അപ്പൊ നിങ്ങളുടെ ഏതൊരു പേഴ്സന്റെ ഇടയ്ക്ക് അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇവിടെ ഉണ്ടാവാൻ വഴിയുണ്ട്. അത് മാത്രമല്ല പേജ് ഓഫ് സോർഡ്സും ഉണ്ട് ഇവിടെ. അപ്പോൾ പേജ് ഓഫ് സോർഡ്സ് ഒരു ഗോസിപ്പിന്റെ എനർജിയാണ്, റൂമറുടെ എനർജി ആയിരിക്കാം.
അപ്പോൾ മേ ബി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടാവും. അതല്ല വെച്ചാൽ ഈ പേഴ്സൺ എന്തോ നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും അവർ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും വഴക്കുണ്ടായിണ്ടാവും. അപ്പോൾ നമ്മൾക്ക് നോക്കാം എന്താണെന്ന്. ഇത് നിങ്ങളുടെ പാസ്റ്റ് എനർജിയിലെ എംപ്രർ. അപ്പോൾ എംപ്രർ ഒരു ഏരീസിന്റെ തന്നെ എനർജിയാണ്. അതൊരു കുറെ ഒരു മെച്ചോർഡ് സ്റ്റേബിൾ എനർജിയാണ് എംപ്രർ. ഒരു പവർ ഉള്ള പേഴ്സന്റെ എനർജിയാണ്. അപ്പൊ നിങ്ങൾ കൺട്രോളിലായിരുന്നു. നിങ്ങളുടെ പാസ്റ്റിലെ എല്ലാം കാര്യങ്ങൾ കുറെ ഒരു സ്ട്രക്ചേർഡ് വേയിലായിരുന്നു മുമ്പോട്ട് പോണ്ടായിരുന്നത്. എംപ്രർ ചിലപ്പോൾ ഒരു മാരിഡ് പേഴ്സന്റെ എനർജിയും ആവാം. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ മാരിഡ് ആയിരിക്കാം. ഇവിടെ എംപ്രസും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു മാരേജിന്റെ എനർജിയാണ്. എംപ്രറും എംപ്രസും ഒരു ഡിവൈൻ കപ്പിളുടെ എനർജിയാണ്. നിങ്ങൾ ഓൾറെഡി മാരിഡ് ആയിരിക്കാം, ഓറൽസ് കല്യാണം കഴിക്കാൻ പോണ്ടായിരുന്നു. മേ ബി നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ് ആൻഡ് നിങ്ങൾ ഒരു പേഴ്സന്റെ കൂടെ ഒരു ഫ്യൂച്ചർ ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങളുടെയും ഈ പേഴ്സന്റെ ഇടയ്ക്ക്. പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു വെയിറ്റിംഗ് എനർജി ഞാൻ കാണുന്നു. എന്തോ കാരണം കൊണ്ട് നിങ്ങൾ രണ്ടാളുടെയും ലൈഫിൽ എന്തോ ഒരു സ്റ്റാഗ്നൻസി വന്നിരിക്കണു. നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുമ്പോട്ട് ഇപ്പോൾ പോകുന്നില്ല. പറഞ്ഞാൽ പാസ്റ്റിൽ തന്നെ എന്തോ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ഒരു പോസിലാണ്. ഓക്കെ, ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഇംബാലൻസും ഉണ്ട്. ഒരു പേഴ്സൺ ഇതിൽ കുറെ ഇൻവെസ്റ്റഡ് ആണ്, മറ്റേ പേഴ്സന്റെ സൈഡിന് അത്ര എനർജി എഫേർട്ട് ഇല്ല. അപ്പോൾ ഇതൊരു മാരേജ് ആണ് വെച്ചാൽ മേ ബി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക് അത്ര അറ്റൻഷൻ തരുന്നില്ല, ഇല്ല വെച്ചാൽ അവരുടെ ഇൻട്രസ്റ്റ് ലെവൽസ് കുറഞ്ഞു, ഇല്ല വെച്ചാൽ അവർക്കായിരിക്കും അങ്ങനെ തോന്നുന്നുണ്ടാവുക. അപ്പോൾ കറണ്ട് എനർജി ഞാൻ കാണുന്നത് ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവുന്നുണ്ട്. ഈ സ്റ്റാഗ്നേഷന് നിങ്ങൾ പുറത്ത് വരുന്നുണ്ട്. എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല വെച്ചാൽ കോൺവെർസേഷൻ ഉണ്ടാവുന്നുണ്ട് ഇവിടെ. ആൻഡ് അതുകൊണ്ട് നിങ്ങൾ രണ്ടാൾക്കും ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. ഇപ്പൊ എന്താ മുമ്പോട്ട് ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയും, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അത് ഓക്കെ, ഇപ്പോൾ ഇതാണ് പ്രോബ്ലം, ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾക്ക് മുമ്പോട്ട് പോകേണ്ടത്. അങ്ങനത്തെ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഏസ് സോജ് എന്താണ് ഇവിടെ? മൂൺ. അപ്പൊ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിരുന്നു, കുറെ കാര്യങ്ങൾ ഹേർട്ട് ഫീലിങ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ മനസ്സിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു, അതോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടും നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറെ ഒരു ഗ്യാപ്പ് വന്നു, ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഡിസംബർ മാസത്തിൽ ഞാൻ കാണുന്നത് അതൊക്കെ നിങ്ങൾ ക്ലാരിഫൈ ചെയ്യണം, അതൊക്കെ തുറന്ന് സംസാരിക്കേണ്ടത് ഇവിടെ. ആൻഡ് അതുകൊണ്ട് കുറെ ക്ലാരിറ്റി നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ട്, അവരുടെ മനസ്സിലും വരുന്നുണ്ട്. പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ ക്ലിയർ ഔട്ട് ആവുന്നുണ്ട്. 4 of Pentacles ഉണ്ട് ഇവിടെ. അപ്പൊ നിങ്ങളെ ഞാൻ പറഞ്ഞ മാതിരി മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ തുറന്ന് പറയാൻ തുടങ്ങുന്നുണ്ട്. പറഞ്ഞാൽ അത് പുറത്തു വരുന്നുണ്ട്. അത് മാത്രല്ല ചില സീക്രട്സും ഉണ്ടായിരുന്നു, അതും പുറത്തു വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് സീക്രട്ട് ഫീലിങ്സ് ആയിരിക്കാം, അതല്ല എന്തോ സീക്രട്സ് ഉണ്ടായിരുന്നു നിങ്ങൾ രണ്ടാളും ഇടയ്ക്ക്. ആൻഡ് അത് പുറത്തു വരുന്നുണ്ട് ഈ മാസം. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് ഇവിടെ കിങ് ഓഫ് വോൺസ് ആണ്. അപ്പോൾ കിങ് ഓഫ് വോൺസ് അഗൈൻ നിങ്ങളുടെ എനർജിയാണ്. ഡെത്ത്. അപ്പോൾ ഇവിടെ എന്തോ ഒരു എൻഡിങ് ആൻഡ് ഒരു ന്യൂ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഈ റിലേഷൻഷിപ്പിനെ എൻഡ് ചെയ്യും ഫ്യൂച്ചറിൽ, ആൻഡ് നിങ്ങളൊരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണത്. അതല്ലച്ച മേ ബി നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ തന്നെ ഒരു പുതിയ ബിഗിനിങ് ആയിരിക്കാം. പക്ഷെ ഇവിടെ മോസ്റ്റ്ലി ഞാൻ ഇവിടെ ഒരു എൻഡിങ് ആണ് കാണുന്നത്. എന്ന് വെച്ചാൽ ഇതൊരു സിംഗിൾ പേഴ്സന്റെ എനർജിയാണ്. അപ്പൊ നിങ്ങൾ ഒരു മാരേജ് ആയിരിക്കും വിടുണ്ടാവുക, ഓരൽസ് ഒരു റിലേഷൻഷിപ്പ് വിട്ടിട്ട് ഫ്യൂച്ചറിൽ ഞാനൊരു സിംഗിൾ ഇൻഡിപെൻഡന്റ് പേഴ്സന്റെ എനർജിയാണ് കാണുന്നത്. ഇപ്പൊ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഡിസംബർ മാസത്തിൽ ഈ ബിട്രേയൽ ആണ്. അപ്പൊ നിങ്ങൾ കുറെ ബിട്രേഡ് ആയിട്ട് ഫീൽ ചെയ്യണു, കുറെ ഒരു ഡിസപ്പോയിൻമെന്റ്, ഒരു എൻഡിങ് ഉണ്ട് ഇവിടെ. ആൻഡ് അതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ചാലഞ്ച് ഡിസംബർ മാസത്തിൽ. അപ്പൊ എന്തോ നിങ്ങളുടെ ലൈഫിൽ എൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു ലോസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ ലോസ് മാത്രമല്ല, ഇമോഷണലിയും ലോസ് ആയി ഫീൽ ചെയ്യണു. എന്നുവെച്ചാൽ ഇതൊരു മാരേജ്, എനിക്കും ഇവിടെ ഒരു സ്ട്രോങ് മാരേജിന്റെ റിലേഷൻഷിപ്പാണ് കാണുന്നത്. ഈ മാരേജ്, ഈ സ്റ്റെബിലിറ്റി ഇല്ലാച്ചാൽ നിങ്ങൾ മാരേജ് ചെയ്യാൻ പോണ പേഴ്സണിന്റെ കൂടെ ഈ ലോസ് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു റീകൺസിലിയേഷൻ വേണം എന്നുണ്ട്. പക്ഷെ എവിടെയോ അതൊരു ചാലഞ്ചാണ് നിങ്ങൾക്ക് ഡിസംബർ മാസത്തിൽ. ഈ റിലേഷൻഷിപ്പ് തന്നെ ഒരു ചാലഞ്ചാണ്. നിങ്ങളുടെ അഡ്വൈസ് 6 of Cups ആണ്. അപ്പൊ യൂണിവേഴ്സ് നിങ്ങളോട് ഇവിടെ ഒരു റീകൺസിലിയേഷനെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. 6 of Cups ഇവിടെ എന്താണ്? 6 of Swords,
ആൻഡ് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പൊ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് റീകൺസിലിയേഷൻ വേണം വെച്ചാൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എഫേർട്ട് ഇടേണ്ടി വരും. എന്നുവെച്ചാൽ എഫേർട്ട് ഇല്ലാണ്ട് ഒന്നും നടക്കില്ല. സമയമെടുക്കും, പക്ഷെ ഇത് ഒരു പോസിബിലിറ്റി ആണ്. നിങ്ങൾക്ക് അതാണ് വേണ്ടച്ച. അതല്ല നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാനാണ് താല്പര്യം വെച്ചാൽ യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഡെഫിനറ്റ്ലി മൂവ് ഓൺ ചെയ്യും. അതിനും സമയമെടുക്കും, പക്ഷെ ആ സമയം നിങ്ങൾക്ക് എടുക്കുക, നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ ഹോബീസിനെ പെർസ്യൂ ചെയ്യുക, നിങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക, ആൻഡ് നിങ്ങൾ സ്ലോലി മൂവ് ഓൺ ചെയ്യും. പക്ഷെ അതൊരു ഇമ്പോസിബിൾ ടാസ്ക് ഒന്നുമല്ല. ഈ സമയത്ത് മേ ബി യെസ് നിങ്ങൾക്ക് അങ്ങനെ തോന്നും, ഇത് പോസിബിളേ അല്ല, എനിക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒക്കെ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവും. പക്ഷെ അതല്ല കാര്യം. യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ ഡെഫിനറ്റ്ലി നിങ്ങൾ മൂവ് ഓൺ ചെയ്യും. ആൻഡ് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യേണ്ട, റീകൺസിലിയേഷൻ ചെയ്യണം വേണം വെച്ചാൽ അതും ഇവിടെ ഒരു പോസിബിലിറ്റി ആണ്. പക്ഷെ അതിലും സമയം എടുക്കും. ഓക്കെ, നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ മജിഷ്യൻ ആണ്. നിങ്ങൾ എന്തോ മാനിഫെസ്റ്റ് ചെയ്യണ കാര്യം നിങ്ങളുടെ റിയാലിറ്റിയിൽ വരുന്നുണ്ട് ഈ മാസം. ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട് ലവില്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് മൂവ് ഓൺ ചെയ്യണ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു പുതിയ ലവ് റിലേഷൻഷിപ്പും ഞാൻ കാണുന്നുണ്ട്. ആൻഡ് ഇതൊരു പുതിയ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഓക്കെ, ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കുറേ ഉണ്ട് ന്യൂ ലവിന് വേണ്ടിയിട്ട്. ഇപ്പൊ നിങ്ങളുടെ ഔട്ട്കം നമ്മൾക്ക് നോക്കാം എന്താണെന്ന്. നിങ്ങളുടെ ഔട്ട്കം ആണ് ടെമ്പറൻസ്. അപ്പോൾ ഇതും ഹീലിംഗിന്റെ എനർജിയാണ്. നിങ്ങൾ എന്താ നിങ്ങളുടെ ലൈഫിൽ നടക്കണ വെച്ചാൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഔട്ട്കം ഒരു ബാലൻസിന്റെ ഔട്ട്കം ആണ്. അത് ഹീലിംഗിന്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഹീൽ ചെയ്യും, നിങ്ങൾ ഡെഫിനറ്റ്ലി മൂവ് ഓൺ ചെയ്യും, നിങ്ങൾ ഡെഫിനറ്റ്ലി കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ആ ബാലൻസ് തിരിച്ച് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിനെ പേടിച്ച് ഇരിക്കേണ്ട, പറഞ്ഞാൽ അതിനെ കുറച്ച് ആലോചിച്ച് നെഗറ്റീവായി കാര്യങ്ങൾ നോക്കണ്ട. ഇത് ഒരു പോസിറ്റീവ് എനർജിയാണ്. ടെമ്പറൻസ്, സാജിറ്റേറിയസ് എനർജി. എസ്പെഷ്യലി നിങ്ങളുടെ കരിയറിൽ ഞാൻ കാണുന്നത് കുറേ ബാലൻസ് വരും. നിങ്ങളുടെ ലവ് ലൈഫും ഒരു ബാലൻസിലേക്ക് വരും. അപ്പോൾ ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ റീഡിംഗ് ആണ് ആക്ച്വലി. എന്നുവെച്ചാൽ ഇതൊരു പുതിയ ബിഗിനിങ്ങിന്റെ എനർജി ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ കരിയർ ആൻഡ് ലവ് ലൈഫ് രണ്ടും ഒരു ബാലൻസ് സിറ്റുവേഷനിൽ വരും. ഓക്കെ, ഡിസംബർ കഴിഞ്ഞ. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങളുടെ ഏഞ്ചൽ മെസ്സേജ്? ഏഞ്ചൽ മെസ്സേജ് ഇവിടെ സോൾ ഗ്രൂപ്പ്സ്, മെസ്സേജസ്, റീയൂണിയൻ, കണക്ഷൻ, വാലിഡേഷൻ. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഇടയ്ക്ക് ആർക്കാ റീകൺസിലിയേഷൻ വേണ്ട വെച്ചാൽ അതും ഇവിടെ പോസിബിൾ ആണ്. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് പുതിയ ബിഗിനിങ് വേണം വെച്ചാൽ അതും ഇവിടെ പോസിബിൾ ആണ്. സോൾ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കണക്റ്റഡ് ആണ്. സോൾ ടു സോൾ കണക്ഷൻസ് ഉണ്ട് എല്ലാവരുടെയും ഇടയ്ക്ക്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സോൾ ഗ്രൂപ്പിനെയാണ് മീറ്റ് ചെയ്യണത്. ഓക്കെ, പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട് ഇവിടെ. ഗ്രാറ്റിറ്റ്യൂഡ്, അസിസ്റ്റൻസ്, ഗൈഡൻസ്, അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് വെക്കുക, എല്ലാത്തിനും താങ്ക് യു യൂണിവേഴ്സിന് പറയാ. എന്ന് വെച്ചാൽ എല്ലാം ഫേസ് ഓഫ് ലൈഫിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഗൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതും ഒരു ഗൈഡൻസ് തന്നെയാണ്. നിങ്ങളെ ശരിയായി ഗൈഡ് ചെയ്തിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് കൊണ്ടുപോകേണ്ട യൂണിവേഴ്സ്. ആൻഡ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഞാൻ സൈൻസ് കാണുന്നത് ഏരീസ് ഉണ്ട്, ജെമിനായി ഉണ്ട്, സ്കോർപ്പിയോ, സാജിറ്റേറിയസ് ഉണ്ട്, ആൻഡ് കുറെ ടോറസ്, വർഗോ, കാപ്രിക്കോൺ ഉണ്ട് ആക്ച്വലി, ആൻഡ് ലീബ്ര ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് സൈൻസ് ഞാൻ ഇവിടെ കാണുന്നത്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു നിങ്ങൾക്ക്. പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഡിസംബറിൽ കുറച്ച് ദിവസം ഔട്ട് ഓഫ് ടൗൺ ആണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒട്ടും പേഴ്സണൽ റീഡിങ്സ് ഞാൻ എടുക്കുന്നുണ്ടാവില്ല, ചെയ്യാൻ പോണില്ല. അപ്പോൾ പ്രീ ബുക്കിംഗ് ചെയ്യുക. എന്ന് വെച്ചാൽ പ്രീ ബുക്ക് ചെയ്താൽ ഞാൻ തിരിച്ചു വരും. ഒരു 1 വീക്കിൻ്റെ വെക്കേഷൻ ആണ് എൻ്റെ. അപ്പോൾ തിരിച്ചു വന്നിട്ട് ഞാൻ ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ റീഡിങ് ഫസ്റ്റ് ബുക്കിംഗ് ചെയ്യണം വെച്ചാൽ അവരുടെ റീഡിംഗ് ആണ് ആദ്യം എടുക്കാൻ പോണേ. അപ്പോൾ പ്രീ ബുക്ക് ചെയ്യുക, ഇപ്പോൾ തന്നെ തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് വേഗം നമ്പർ കിട്ടും. എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഈ റീഡിങ്ങിനെ ലൈക്ക് ചെയ്യുക, ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഈ വീഡിയോയിൽ. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.